ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് നെല്ലാട് തിരുവല്ല പോകുന്ന റൂട്ടിലാണ്. അപ്പോൾ അവിടുത്തെ വീട്ടിലെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുക. ബാ, അത് നമ്മൾ കയറി വരുമ്പോൾ ഒരു ലിവിങ് സ്പേസ് ആണ്. ഇവിടെ വരുന്നതാണ് ഒരു പ്രയർ യൂണിറ്റ്. ആ പ്രയർ യൂണിറ്റിൽ നമ്മളൊരു ലൂവറൊക്കെ കൊടുത്തിട്ട് ഒരു ജസ്റ്റ് പാനലൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡ്രോ, അത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനും താഴത്തെ 2 ഡോറുമായിട്ടാണ് കൊടുത്തേക്കണേ. അത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ലിവിങ് ഡൈനിങ് സെപ്പറേഷൻ, ഒരു പാർട്ടീഷനാണ് ഇത്. ഒരു ഓപ്പൺ റാക്കായിട്ട് കൊടുത്തിട്ട് ഇതിലെല്ലാ പാർട്ടീഷനിലും നമ്മൾ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഹാങ്ങിങ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് TV യൂണിറ്റ് ആണ്. അപ്പോൾ TV യൂണിറ്റിലെ ഫുൾ പാനൽ കൊടുത്തിട്ട് സ്ക്വയർ പൈപ്പിൽ നമ്മൾ ഇതേപോലെ പാർട്ടീഷനൊക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ നമ്മൾ വാർഡ്രോബ്സിന്റെ ഒരു കുട്ടികളുടെ റൂമാണിത്. അപ്പൊ കുട്ടികളുടെ റൂമിൽ സ്റ്റഡിയുടെ ഏരിയ വരുന്നുണ്ട്. അപ്പൊ സ്റ്റഡി ഏരിയ വിത്ത് PVCയുടെ ലൂവേഴ്സ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആ സ്റ്റഡി ഏരിയയിൽ ഇങ്ങനെ ഓപ്പൺ റാക്കുകളും അതുപോലുള്ള സാധനങ്ങളും, 2 ക്യാബിൻസ്, അതിന്റെ താഴെ 2 ഡ്രോസ്, അതുപോലെ തന്നെ 2 ഡോർസ്. അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 3 ഡോർ വാർഡ്രോബ്സ് ആണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇൻസൈഡ് ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. 3 ഡോർ വാർഡ്രോബ്സിൽ ഇതൊരു ഹാങ്ങിങ് പോർഷൻ ആണ്. ഇപ്പൊ തുണി അതുപോലൊന്നും വെച്ചിട്ടില്ല. ഈ ഒരു പോർഷനിൽ ഫുൾ പാർട്ടീഷൻസ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ അടുത്തത് വരുന്ന കോമൺ വാഷ് കൗണ്ടർ ആണ്. ഇതിനകത്ത് നമ്മൾ സ്ക്വയർ പൈപ്പിന്റെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ട് അതിൽ തട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെ ഒരു കൗണ്ടർ, അതുപോലെ തന്നെ സ്റ്റെയറിന്റെ അടിയിൽ നമ്മൾ ഇതുപോലൊരു ഓപ്പൺ സ്പേസ് നമ്മളത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ഈ റൂമിലേക്ക് കയറുമ്പോൾ ഇത് വാർഡ്രോബ് വിത്ത് ഡ്രസ്സിംഗ് ആണ് വരുന്നത്. വാർഡ്രോബ് വിത്ത് ഡ്രസ്സിംഗ്, അതും ഈ നോർമൽ പറയുന്ന പോലെ 2 ഡോർ ഹാങ്ങിങ്, ഒരു സൈഡ് ഫുൾ പാർട്ടീഷൻ. സ്റ്റഡി ഏരിയയിൽ ഇതുപോലുള്ള ലൂവേഴ്സും കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് പിന്നെ നമ്മൾ കയറുന്നത് ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ്. ബാത്റൂമിലേക്ക് കയറുന്ന വഴി വരുന്ന ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ്. ഇവിടെ PVCയുടെ ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ 2 ഡ്രോസ്, ഇവിടെ ഒരു ഹാങ്ങിങ് പോർഷനും താഴെ 2 പാർട്ടീഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മളിനി നെക്സ്റ്റ് റൂമിലേക്ക് കയറുമ്പോഴത്തേക്ക് ഇവിടെ ആ ഒരു സെയിം പാറ്റേണിലുള്ള ഒരു സ്റ്റഡി വിത്ത് 2 ഡോർ 3 ഡോർ വാർഡ്രോബ്സ്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ്, അതുപോലുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കിച്ചണിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് കയറുമ്പോൾ നമ്മൾ ഇതൊരു 2 കളർ തീമിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. മേളില് ഗ്രേ കളറും താഴെ വുഡ് ഗ്രീൻസും. മേളിലപ്പോൾ എന്താ പറയാ, മെറിനോട് പേൾ ബ്ലാക്ക് എന്ന് പറഞ്ഞ ഒരു ഗ്രേ കളർ ഉണ്ട്. ആ ഗ്രേ ഡാർക്ക് ഗ്രേ ആണ് കൊടുത്തിരിക്കുന്നത്. താഴെ വുഡ് ഗ്രീൻസ്. അപ്പോൾ ഇവിടെ മുതൽ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം 2 ലെങ്തി ഡ്രോവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഇതുപോലുള്ള എന്താ പറയുക, ഹൈറ്റ് കൂടുതലുള്ള കോണി അതുപോലുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാം. ഇത് പിന്നെ 2 സ്റ്റെയിൻലെസ് സ്റ്റീൽ ബാസ്ക്കറ്റ്, ഒരു പ്ലെയിൻ ബാസ്ക്കറ്റ്, ഒരു പ്ലേറ്റ് ബാസ്ക്കറ്റ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹാർഡ്വെയർസ് എല്ലാം ഹെറ്റിഷ് എന്ന് പറയുന്ന ജർമ്മൻ ബ്രാൻഡാണ്. ഈവൻ ആക്സസറീസ് വരെ ഹെറ്റിഷ് ജർമ്മൻ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ടാൻഡം ബോക്സ് ആണ്. സോഫ്റ്റ് ക്ലോസ് എത്ര വലിച്ചടച്ചാലും സോഫ്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നത്. ഇത് ഓയിൽ പ്ലോട്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക്
കോർണർ യൂണിറ്റ്. പിന്നെ നമ്മളിവിടെ ഭംഗിക്ക് വേണ്ടി ഈ കോർണറിലായിട്ട് ഒരു ഓപ്പൺ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇതൊരു കോർണറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പൺ ബോക്സ് കൊടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ ഡോറ് കൊടുത്തിട്ട് നമുക്കൊരു സാധനം എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരു ഓപ്പൺ ബോക്സ് ആയിട്ട് ഇവിടെ ഇൻസൈഡ് ഈ സെയിം ലാമിനേറ്റ് തന്നെ കൊടുത്തിട്ടുള്ള ഒരു ഇതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ടോളൺ, ഇവിടെ മൈക്രോവേവ് വരുന്ന പ്രൊവിഷനാണ്. ഇപ്പോൾ മൈക്രോവേവ് വെച്ചിട്ടില്ല. അതിൻ്റെ മേളിലായിട്ട് ഒരു അഡ്ജസ്റ്റബിൾ പാർട്ടീഷൻ കൊടുത്തിരിക്കുന്ന ഒരു ടോൾ യൂണിറ്റാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതൊരു സെൻറ്ററിൽ ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മേളിൽ വെച്ചിരിക്കുന്ന എന്ത് ഐറ്റമാണ് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് സെൻറ്ററിൽ ഗ്ലാസ് പാർട്ടീഷൻ വോൾ ക്യാബിനറ്റ്സിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ സിങ്കിൻ്റെ മേളിൽ വരുന്ന GTBT, ഗ്ലാസ് ട്രേ, പ്ലേറ്റ് ട്രേ, ഡ്രിപ്പ് ട്രേ. സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം സിങ്കിൻ്റെ താഴെ നമ്മൾ നോർമൽ കൊടുക്കാറുള്ള വേസ്റ്റ് ബിൻ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജ് എന്താ പറയുക, ഒരു ബിൽറ്റിനായിട്ടുള്ള രീതിയിൽ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് 2 സൈഡ് ടോള് കൊടുത്തിട്ടാണ് ഫ്രിഡ്ജ് അതിൻ്റെ സെൻട്രലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പാൻട്രി യൂണിറ്റ്, അതായത് പാൻട്രി യൂണിറ്റ്, ഫ്രിഡ്ജ്, മൈക്രോവേവ് വയ്ക്കുന്ന ടോള്, ഈ 3 ടോളിൻ്റെ സെൻറ്ററായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളും പിന്നെ വർക്ക് ഏരിയ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് വർക്ക് ഏരിയ. വർക്ക് ഏരിയയിൽ കുക്കിംഗ് ഇല്ല, വലിയൊരു സിങ്ക് മാത്രമേ വയ്ക്കണമെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു വാഷിംഗ് മെഷീൻ കയറണം. അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പ് 90 ഹൈറ്റിലേക്ക് കൊടുത്തു. അതുപോലെ തന്നെ സിങ്കിൻ്റെ താഴെ 3 ഡോർസുള്ള ക്യാബിനറ്റ്സ്, അത്യാവശ്യം വലിയ സിങ്കാണ്. അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്ലംബിംഗ് ലൈൻസ് എല്ലാം ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.